ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് വരെ അടഞ്ഞത് കർത്താവ് തുറന്നു കൊടുത്തു. പ്രാർത്ഥന അടഞ്ഞതിനെ തുറക്കുന്നതാണ്. പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിൽ എന്തൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടോ, എന്തൊക്കെ തുറക്കത്തില്ലെന്ന് ശക്തിയോടെ വാദിക്കുന്നുണ്ടോ, അത് പ്രാർത്ഥനയിൽ തുറക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സംഭവിക്കാത്ത വിടുതലുകൾ ഒന്നുമില്ല. ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഉദരം അടഞ്ഞു പോയതായിരുന്നു. പ്രാർത്ഥിക്കുന്ന നിമിഷം വരെ ആ ഉദരം അടഞ്ഞതായിരുന്നു. എന്നാൽ ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഉദരത്തെ ദൈവം തുറന്നു കൊടുത്തു. ശക്തനായ പഴയ നിയമത്തിലെ ചരിത്ര പുരുഷനായ ഏലിയാവ്, പ്രവാചകനായ അഭിഷക്തനായ ഏലിയാവ് ഇതുപോലെ തന്നെ ആകാശം അടഞ്ഞതിനെ തുറക്കാൻ വേണ്ടി കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി മുഴങ്കാലിനിടയിൽ തലയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥന തുറക്കുന്ന ആകാശത്തെ തുറക്കുന്നതാണ്. ജീവിതത്തിൽ എന്തൊക്കെ അടഞ്ഞുപോയോ അതിനെ തുറക്കുന്നതാണ്. പ്രതിസന്ധികളെ തുറക്കുന്നതാണ് പ്രാർത്ഥന. എത്ര ശക്തമായ താഴിട്ട് പൂട്ടിക്കൊണ്ടുപോയ വിഷയമാണെങ്കിലും പ്രാർത്ഥനയിൽ അത് തുറന്നു വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്ക് കർത്താവ് ഒരു വഴി തുറന്നു തന്നാൽ അതിന് പിൻപിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും നീ ദൈവത്തോട് ചോദിച്ചാൽ മതി. റിബേക്കയുടെ ഗർഭത്തെ കർത്താവ് തുറന്നു. അവൾ അത് കഴിഞ്ഞിട്ട് യഹോവയോട് ചോദിക്കാൻ പോയെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. എന്തോ ചോദിക്കാൻ പോയി? അവളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി. അവളുടെ ഉദരത്തിൽ 2 തലമുറകൾ ജനിക്കാനായിട്ടിടയായി. ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ അബ്രഹാമിൻ്റെ മരുമകളായ സ്തോത്രം, ഹല്ലേലൂയ, റിബേക്ക പോയത് ഗൈനക്കോളജിസ്റ്റിനോ അങ്ങനെ ഏറ്റവും വലിയ സംവിധാനമുള്ളിടത്തോട്ടല്ല, യഹോവയോട് ചോദിക്കാൻ പോയി. അബ്രഹാം ആരായിരുന്നു? അബ്രഹാമിനെ ദൈവ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അബ്രഹാമിൻ്റെ സകല സമ്പത്തും തൻ്റെ മകനായ ഇസഹാക്കിന് അബ്രഹാം കൊടുത്തു. തനിക്ക് പിന്നീടുണ്ടായിരുന്ന മക്കൾക്ക് താൻ ദാനങ്ങളെ കൊടുത്തെന്ന് അറിയുവാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റിബേക്കയ്ക്ക് എത്ര ഫെസിലിറ്റി ഉണ്ടായിട്ടും അവൾ യഹോവയോട് ചോദിക്കാൻ പോയി. നിനക്ക് എന്തെല്ലാം ഫെസിലിറ്റികൾ ഉണ്ടെങ്കിലും ഇന്ന് രാവിലെയും ഈ ജനുവരി മാസത്തിൻ്റെ അവസാന ദിവസം നീ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുക. ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. നിന്റെ കാര്യങ്ങൾ നീ ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവ് നിനക്ക് മറുപടി അപ്പോഴപ്പോൾ വചനത്തിൽ കൂടെ, ആത്മാവിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ നിന്റെ കൈകളിലേക്ക് തരുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് കർത്താവ് ഭേദം വരുത്തി. എന്ന് പറഞ്ഞാൽ തനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയിനേക്കാളിൽ ഇരട്ടിയായിട്ട് ദൈവം മടക്കി കൊടുത്തു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായി പോയോ അത് മുഴുവൻ എൻ്റെ കർത്താവ് ഇരട്ടിയാക്കി കൊടുത്തു. നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പൂർണ്ണമായിട്ട് പരിഹരിച്ചു.